ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള കഠിനമായ ചില പരീക്ഷകൾ തരണം ചെയ്യുന്നതിനും നമ്മുടെ മനസ്സിനെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു പരീക്ഷ തരണം ചെയ്യുന്നതിന് കാണുന്നതായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും മനസ്സിനെ യൂണിവേഴ്സിൻ്റെ ശക്തി ഇറങ്ങി വന്ന് അവർക്ക് സമാധാനം നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങളോട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് കാർഡിനെയും എന്നെയും സമർപ്പിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഗൈഡ് മീ പ്ലീസ്. ഹോളി സ്പിരിറ്റ് ഗൈഡ് മീ. ഹോളി സ്പിരിറ്റ് ഗൈഡ് മീ പ്ലീസ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. Okay, Ace of Cup, Knight of Wands, 3 of Cup, 6 of Cup, the Chariot, overall energy, Magician. Okay, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 12, 3, 6, 1, 7 വന്നിട്ടുണ്ട്. Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Gemini, Libra, Aquarius, Cancer, Scorpio, Pisces എല്ലാ സോഡിയക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാ എലിമെൻസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കപ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറഞ്ഞ ഒഴുകുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ഒരുപാട് സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഏസ് ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പ് തന്നെയാണ്. നോക്കുക, ഏസ് ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പ് തന്നെ. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുന്നതായ ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വരാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ ഒരുപാട് വേദനിച്ച ഒരു വിഷയത്തിലാണ് നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡാണ്. ഒരുപാട് പെയിൻ അനുഭവിച്ച് നിങ്ങൾക്ക് അനങ്ങാൻ വയ്യാതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി 9 ഓഫ് സോഡ്, നിങ്ങൾക്ക് മാനഹാനി, ഒരുപാട് ഡിപ്രഷൻ, നിങ്ങൾ ആവശ്യമില്ലാത്ത ചില ഈ ഒരു ഭൂമിയിൽ തന്നെ ജീവിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ കൂടി കടന്നുപോയ എന്ത് വിഷയത്തിലാണോ ആ ഒരു വിഷയത്തിന്മേലാണ് നിങ്ങൾക്ക് നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് സാമ്പത്തികമായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു ഗ്ലോറി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണോ അത് നിങ്ങളിലേക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഹോളി സ്പിരിറ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഒരു പിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹോളി സ്പിരിറ്റ് നിങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിൽ പുതിയ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഓക്കെ, എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ ഏത് വിഷയത്തിലാണോ കഠിനമായി വേദന അനുഭവിച്ചത് അതിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് ഒഴുകുന്നതായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് സഡൻലി ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു.
നിങ്ങൾ എന്തോ ആഗ്രഹിച്ചിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് റിലേഷനായിട്ട് ഇവിടെ വരുന്നുണ്ട്. റിലേഷനാണ് കൂടുതലായിട്ട് എനർജി വന്നിരിക്കുന്നത്. ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ റിലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു പങ്കാളി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരികയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇനി എന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് വരുന്നത്. നിങ്ങൾ എന്ത് വിഷയത്തിലാണോ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നത് അത് സഡൻലി ഈ ഒരു കുതിരയിൽ ഏറ്റവും ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ എടുത്ത് ചാട്ടമാണ്. ഇങ്ങനെ ഇവിടെ നിന്നും ആ ഒരു സ്ട്രഗിളിൽ നിന്നെല്ലാം അപ്പുറം കടന്നു പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ സ്ട്രഗിളും ചാടിക്കടന്ന് അപ്പുറം പോവുകയാണ്. ആ കയ്യിലിരിക്കുന്നതും ഒരു സ്റ്റെമ്മാണ്, അത് ഗ്രോത്തിൻ്റെ ഒരു സ്റ്റെമ്മാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് റിലേഷൻ ബേസിലാണെങ്കിലും ശരി തന്നെ, നിങ്ങൾ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലാണെങ്കിലും നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങളെ ആഗ്രഹിക്കുന്നതും നിങ്ങളെ ഒരുപാട് മോഹിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ കടന്നു വരാൻ പോകുന്നതായിട്ടും കാണിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നോക്കാം 3 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഉടൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അതിനൊരു ആഘോഷം വരാൻ പോകുന്നു. നിങ്ങളുടെ ഓവർ തിങ്കിങ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ചില തീരുമാനമെടുക്കാൻ കഴിയാത്ത ചില ഈഗോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയായ ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നു. 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ടവർ കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി മുന്നോട്ട് ഈ ഒരു വിഷമങ്ങളും ഇതൊന്നും സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഞാൻ സ്ട്രെങ്ത് എടുത്തേ മതിയാകൂ, ഞാൻ ഏത് വിഷയത്തിന്മേലാണോ ഓവർ തിങ്കിങ് ചെയ്തിരുന്നത് അതിൽ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് സന്തോഷം കണ്ടെത്താൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്സവം വരാൻ പോകുന്നു. നിങ്ങളൊരു യാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. പഴയ കാര്യങ്ങളിൽ നിങ്ങൾ ബാലൻസിങ്ങിൽ ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഓവർ തിങ്കിങ്, പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് ടവറാണ് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ചില കാര്യങ്ങളങ്ങ് വിട്ടുകളയുകയാണ്. കുറേ നാളായിട്ട് മുറുകെ പിടിച്ചിരുന്നതായിട്ടുള്ള ചില പെയിൻ സിറ്റുവേഷൻ, ചില ഓവർ തിങ്കിങ്ങുകൾ, അതെല്ലാം നിങ്ങൾ നെഗറ്റീവ് എല്ലാം നിങ്ങൾ അങ്ങ് വിട്ടുകളയാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ സന്തോഷിക്കാൻ പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളെ ഫ്രണ്ട്സുകളെയൊക്കെ നിങ്ങൾ പോയി കാണാൻ പോകുന്നു. പഴയ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ നിങ്ങളൊരു മീറ്റിംഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്ത് നിങ്ങളെ ഫോളോ ചെയ്യാൻ പോകുന്നു. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗ്രോത്ത് നിങ്ങളെ ഫോളോ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എന്താണ് അഫർമേഷൻ ചെയ്തത് അതെല്ലാം നിങ്ങളെ ഇപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലേക്ക് സാമ്പത്തികം വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ സാമ്പത്തികം നിങ്ങളെ ഫോളോ ചെയ്യാൻ പോകണം. ഇതുവരെയും പണം പണം പണം, എനിക്കതില്ല, അല്ലെങ്കിൽ കടം, എനിക്ക് വിഷമം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കടമാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല 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 എന്നുള്ള ചില വാക്കുകളാണ് നിങ്ങളെ ഇതുവരെയും ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ രാജാവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളതെല്ലാം നിങ്ങളെ ഫോളോ ചെയ്യാൻ പോകുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസാണ് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കാൻ പോകുന്നത്. നിങ്ങളെ അതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരു വ്യക്തി, ഒരു ദൂതൻ നിങ്ങൾക്ക് ഇറങ്ങുന്നതാണ്. ഒരു ദൂതൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് ദൂതൻ നമുക്ക് നേരിട്ട് വന്ന് ഇറങ്ങി വരത്തില്ല. നമ്മുടെ ഫ്രണ്ട്സുകളോ, നമ്മളെ പരിചയമുള്ള വ്യക്തികളോ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളെ കാണുന്ന വ്യക്തികളോ ഒക്കെ ആയിട്ട്
ചിലപ്പോൾ നമ്മുടെ അമ്മയിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് പെട്ടെന്ന് തന്നെ ഒരു കാര്യം, ഒരു നിധി പോലെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ചില ഉപദേശങ്ങൾ, ചില അഡ്വൈസുകളൊക്കെ നമ്മളെ തേടിയെത്തും. ആ അഡ്വൈസ് ആയിരിക്കും പിന്നീട് നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു മാലാഖയുടെ മെസ്സേജ് ആയിരിക്കും. ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തരുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. അതായിരിക്കും നിങ്ങളെ ഇനി മുന്നോട്ട് നയിക്കുന്നത്. അതെല്ലാം നിങ്ങളെ ഒരു പോസിറ്റീവ് എനർജിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിലൊരു യാത്ര, ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. ചില വ്യക്തികളുടെ ലൈഫിൽ ഒരു യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ചാരിയറ്റ്, 3 ഓഫ് സോഡ്, 4 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ നിങ്ങളുടെ താമസിക്കുന്നതായ സ്ഥലം വിട്ട് അന്യദേശത്തിലേക്ക്, ചിലപ്പോൾ അന്യ സ്റ്റേറ്റ് ആയിരിക്കാം, അന്യ രാജ്യത്തിലേക്കായിരിക്കാം നിങ്ങൾ മാറിപ്പോകാൻ, സാമ്പത്തികപരമായോ ജോലി സംബന്ധമായിട്ടോ മാറിപ്പോകാൻ ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് അതിലോട് ഒരുപാട് സന്തോഷമൊന്നുമില്ല. മാറിപ്പോകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് ഒരുപാട് പെയിനാണ്. പെയിനോട് കൂടി തന്നെയാണ്. ആ പെയിൻ മറക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് ചില വ്യക്തികൾ മാറിപ്പോകുന്നതായി കാണുന്നുണ്ട്. ചില വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓക്കെ പറയുന്നു. ഇനി ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇത്രയും നാൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി അതിനു വേണ്ടി ഞാൻ വേദനിക്കാനില്ല, അതിനുവേണ്ടി കരയാനില്ല, എൻ്റെ ലൈഫിൽ ഇനി മുന്നോട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ പിന്നിലേക്ക് തള്ളുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയ്ക്ക് മുകളിൽ വേദനകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളോ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഈഗോയെല്ലാം വിട്ടുകളയുകയാണ്. എനിക്ക് മത്സരിക്കാൻ കഴിയുന്നില്ല, യൂണിവേഴ്സ് എന്താണോ എനിക്ക് വിധിച്ചിരിക്കുന്നത് അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും, ഇതൊരു യോദ്ധാവാണ്. ആ യോദ്ധാവ് എൻ്റെ തോളിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. ചന്ദ്രക്കല എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും അതെൻ്റെ തോളിൽ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ തയ്യാറാണ്. തൻ്റെ പട്ടണത്തിൽ നിന്നെല്ലാം അവർ ദൂരോട്ട് മാറുകയാണ്. ഏത് സിറ്റുവേഷൻ ആയിരുന്നു ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുവാൻ ഇത് തീരുമാനിച്ചു. എന്തും നേരിടുവാൻ ശക്തനായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത്, നിങ്ങളുടേതായ അഫർമേഷനും എനിക്ക് മുന്നേറണം, എനിക്ക് വിജയം കണ്ടെത്തണം, എനിക്ക് വിജയം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ അതെല്ലാം പിറകിലേക്ക് നിങ്ങൾ കളയുവാൻ തീരുമാനിച്ചു. ഈ ഒരു പെയിൻ സിറ്റുവേഷനിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ സ്വയം മാറുകയാണ്. എനിക്കിനി കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ അന്വേഷിച്ചാണ് നിങ്ങളിനി പോകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നുകിൽ ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കടന്നു പോകാൻ തീരുമാനിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സന്തോഷിക്കുവാൻ ഒരു യാത്ര ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് ദ മജീഷ്യനാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ യൂണിവേഴ്സ് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ മേലിൽ തന്നെ ഉണ്ട്. നിങ്ങളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്, ഒരു തണൽ പോലെ. ചിലപ്പോൾ ദൈവം മറ്റുള്ള വ്യക്തി ദുഷ്ട നെഗറ്റീവ് ശക്തികൾക്കോ പരീക്ഷണങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം നിങ്ങളെ അവരുടെ അടിമയാക്കാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. ഓക്കെ, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള പവർ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. അപ്പം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ചില വ്യക്തികളുടെ ലൈഫിൽ ഇത് സംഭവിച്ച് കാണും, അല്ലെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഫ്യൂച്ചറിൽ, ഇപ്പോൾ അവർ ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കാം, ഫ്യൂച്ചറിൽ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഫ്യൂച്ചറിൽ എന്തായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഫൂളിനെ പോലെ ആയിത്തീരും. ആ ഒരു റിലേഷൻ തിരഞ്ഞെടുത്തതിൽ വിഡ്ഢിത്തമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. ഐസൊലേഷനിലേക്ക് കടന്നു പോകും. ഐസൊലേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകും. അവർ ഒരു കുഴിയിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തേർഡ് പാർട്ടി. ഇപ്പോൾ ഒരുപാട് അവർക്ക് സന്തോഷിക്കാം. കാരണം അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്നതായിട്ടുള്ള, ഒരുപാട് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ അവർ ചെന്ന് വീഴാൻ പോകുന്നത് ഒരു വലിയ ഗർത്തത്തിലേക്കാണ് എന്ന് അവർ മനസ്സിലാകുന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ആ കുഴിയിലേക്കാണ് നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരുപാട് മാനസികവും ശാരീരികവുമായി തളർന്നുകൊണ്ട് ഒരു ഐസൊലേഷനായി തീരും. ഓക്കെ, അവർക്ക് മുന്നോട്ടുള്ള യാതൊരു വഴിയും ഇല്ലാണ്ട് ആയിപ്പോകും. വളരെ വിഷമിച്ച് മുന്നോട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് കൊടുക്കേണ്ടതായിട്ടുള്ള സമയവും സ്നേഹവും കെയറും എല്ലാം മറ്റൊരാളിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവിടെ ഒരുപാട് പെയിൻ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, പോലീസ് കേസുകൾ, കോടതി കേസുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നേരിടേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നീതിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ കിടന്ന് വിഷമിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണും അതിൻ്റെ ഇരട്ടി അനുഭവങ്ങൾ ലൈഫിലേക്ക് വേണ്ടതായി വരും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിയുമായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിങ്സ് സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സും സിറ്റുവേഷനും എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ അവർ യാത്രകളിലാണ്. ഓക്കെ, ഒന്നുകിൽ മാനസികമായിട്ടും അവർ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുകയാണ്. തേർഡ് പാർട്ടിക്ക് വേണ്ടി വാദിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും വിട്ട്, ബാക്കിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയാണ്, കുടുംബമാണ്, കൂട്ടുകാരാണ്, അതിനെല്ലാം വിട്ടിട്ട് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മുന്നേറുവാൻ, തേർഡ് പാർട്ടിയുടെ ദിശയിലേക്ക് പോകുവാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തയ്യാറായി നിൽക്കുന്നു. 2 ഓഫ് വാൺസിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിയെ സെലക്ട് ചെയ്ത് ഇപ്പം അവരുടെ ലോഗോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയാക്കി വെച്ചിരിക്കുക. തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് അവർക്ക് ഇപ്പോൾ കൂടുതലും വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം തേർഡ് പാർട്ടിയിൽ മാത്രമാണ് ഇപ്പോൾ അവർക്ക് നിലവിലുള്ളത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? ഒരു ഡെത്ത് ആൻഡ് റീബർത്താണ് അവരുടെ ലൈഫിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളെന്നുള്ള റിലേഷനെ ചില വ്യക്തികൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. നിങ്ങളെന്നുള്ള റിലേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു സ്റ്റാർട്ടിങ് അവരിപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, ചിലവർക്ക് മാത്രമേ റെസനേറ്റ് ആകുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായി തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു റിലേഷനെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇപ്പം ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയിലാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഫ്യൂച്ചറായി കഴിഞ്ഞു. അവരുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടക്കാനിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ ലൈഫിൽ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് പെയിൻ കിട്ടുന്നതായിട്ടുള്ള ഒരു അനുഭവം വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചെടുക്കുക. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കാരണം ഒന്നിലധികം എനർജി ആയിരിക്കും കടന്നു വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ചാരിറ്റി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് ഫീലിംഗ് സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ചാരിറ്റി വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. മറ്റാരുടെയും വാക്കുകൾ കേൾക്കുവാനോ വിശ്വസിക്കാനോ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് ഇപ്പോൾ, അല്ലെങ്കിൽ തലച്ചോറ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ കൺട്രോളിങ്ങിൽ തന്നെയാണ്
ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൺട്രോളിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഫ്യൂച്ചറിൽ അത് അവസാനിക്കുന്നതാണ്. ഓക്കെ, ഇത് കുറേ നാളായിട്ട് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അനുഭവിക്കുന്ന വ്യക്തികളുടെ ലൈഫിലാണെങ്കിൽ അത് ഇപ്പോൾ അവസാനിക്കാൻ സമയമായി. ഇല്ല, ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള അതേ റൂട്ടിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തുന്നതായിരിക്കും. നിങ്ങളോട് ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളുടെ പേഴ്സണ് ഉള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങളോട്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ബേർഡൻ ആണ് നിങ്ങളോട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര ഭാരം. ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? എന്നെക്കൊണ്ട് ഇത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഇത് ലോങ് ഡിസ്റ്റൻസിലേക്ക് കടന്നു പോയിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ലോങ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ സഡൻലി ഉണ്ടായ ചില കാര്യങ്ങളായിരിക്കും ഇത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? ഓവർ തിങ്കിങ്. 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ വന്നതിന് ശേഷം ഈ ഒരു ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓവർ തിങ്കിങ് ആണ്, നെഗറ്റിവിറ്റീസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. നിങ്ങളുടെ കോള് മെസ്സേജ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ഒരു ബേർഡൻ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒരു ഇറിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇപ്പോൾ അവർക്കത് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ചില ഉപദേശങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം. ഓക്കെ, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പം നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഇടയിൽ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല ഈ സാമ്പത്തിക പ്രശ്നം നേരിടുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് വാൺസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഫയർ എനർജിയാണ് ഇത് നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. കിങ് ഓഫ് സോഡ് തന്നെയാണ്. നിങ്ങളെ ഭരിക്കുക എന്നുള്ളത് മാത്രമാണ്, നിങ്ങളെ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു ചോയ്സ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സെയിം എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്താണോ ഉപദേശിക്കുന്നത് അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓരോ ചുവടുകളും, നിങ്ങളോട് കാണിക്കുന്ന ഓരോ ചുവടുകളും തേർഡ് പാർട്ടിയുടെ ഇതനുസരിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നാലും ഒരു മാറ്റം സംഭവിക്കും. തേർഡ് പാർട്ടിയിലാക്കി പോയതിന് നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും കർമ്മ അനുഭവിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ പേഴ്സൺ വരാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ പേഴ്സൺ വരാനുള്ള സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് ഒരു ന്യൂ പേഴ്സണ് ചാൻസ് ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ പേഴ്സൺ വരുന്നുണ്ട്. വളരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന, മനസ്സിന് ഉടമയുമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കെയറിങ്ങും ജീവിതം എന്ത് എന്ന് അനുഭവങ്ങളിലൂടെ പഠിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഉടൻ തന്നെ കടന്നു വരും. പക്ഷേ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് 2 മനസ്സായിട്ടിരിക്കുന്നു. ആ വാള് 2 ദിശയിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാതെ, മുന്നോട്ട് എന്താണ് എന്നറിയാതെ നിങ്ങൾ ആ കണ്ണ് കെട്ടി ആ 2 വശത്തേക്ക് വാള് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇരിക്കുകയാണ്, മുന്നോട്ടൊരു സ്റ്റെപ്പും എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ത്രാണിയുള്ള, അല്ലെങ്കിൽ അത്രത്തോളം ഗ്രോത്ത് ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ചില വ്യക്തികളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു ഉടൻ തന്നെ. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഡൈവേർട്ട് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി പോയ വ്യക്തിയിൽ നിങ്ങൾക്കിപ്പോഴും ഒന്നുകിൽ പകരം വീട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരണം. അങ്ങനെ ആ ഒരു 2 മനസ്സോടുകൂടി, പിന്നെ മനസ്സ് മാറിയാലോ, പേഴ്സൻ്റെ മനസ്സ് മാറി തിരിച്ച് വന്നാലോ, തേർഡ് പാർട്ടി ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതെല്ലാം ക്ഷമിച്ചേക്കാം, മറന്നേക്കാം, പിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊന്ന് അറിയുമ്പോഴത്തേക്ക് വീണ്ടും വിട്ടുകളയാം. അപ്പം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള ചില ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ അഫർമേഷൻ ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തി വരും. നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും.
ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു കോള്, മെസ്സേജ്, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു ഗ്രോത്ത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾക്ക് ലഭിച്ചു കാണത്തില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചത് മൊത്തവും പുതിയതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മാനസിക ബലം കുറഞ്ഞതായിട്ട് കാണുന്നു. ഒരു പുതിയ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു ഭയം ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വരും, എന്തായാലും ആൾ നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങൾക്കൊരു ഭയം ഉള്ളത് കൊണ്ടാണ് അതിനൊരു ചെറിയ ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജിയാണിത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും എടുത്ത് നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളും എടുത്തു കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. 8100 ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെയിലി അതിൽ അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് ക്ലൂസ് നോക്കാം. RC എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. RO CO നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന നോക്കുക. 28 വന്നിട്ടുണ്ട്. ഫോൺ നമ്പറിൽ ലാസ്റ്റ് 9 നമ്പർ വന്നിട്ടുണ്ട്. Q എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. N21 എന്ന് പറയുന്ന നമ്പർ ഉത്രാട നക്ഷത്രം വന്നിട്ടുണ്ട്. M എന്ന് പറയുന്ന ലെറ്റർ ചിത്തിര 14 നമ്പർ വന്നിട്ടുണ്ട്. T എന്ന് പറയുന്ന ലെറ്റർ 19 മൂലം നക്ഷത്രം വന്നിട്ടുണ്ട്. 28 48 നിങ്ങളുടെ ഏജ് ആയിരിക്കാം. D എന്ന് പറയുന്ന ലെറ്റർ 2015 നിങ്ങളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. A എന്ന് പറയുന്ന ലെറ്റർ C 27 35. J എന്ന് പറയുന്ന ലെറ്റർ P 28 43 40 42. നവംബർ മാസം നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ പോകുന്ന മാസവുമാകാം ഇനി വരുന്നത്. മൂലം നക്ഷത്രം, തുലാം രാശി, മീനം മേടം രാശിയാണ്. ഓക്കെ, സാരി ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള അതായിരിക്കാം അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളതായിരിക്കും. RSL ഇൻസ്റ്റഗ്രാം, നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി ഫ്രണ്ട്സ് ആയതായിരിക്കാം. മിൽമ പാലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന നോക്കുക. ഏപ്രിൽ മാസം 6 എന്ന് പറയുന്ന ലെറ്റർ 16 വിശാഖം നക്ഷത്രം. I11 ഉത്രം നക്ഷത്രം. ധനുമാസം. ഡ്രൈവർ 2 പ്രാവശ്യം ഡ്രൈവർ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരിക്കാം. IFG. ഓക്കെ, പിക്കപ്പ് വാൻ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പിക്കപ്പ് വാൻ ഉണ്ടായിരിക്കാം. 2005 2011 ഈ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. CHI 28 32 പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട ജോലി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തേർഡ് പാർട്ടിയുമായിട്ടും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, തേർഡ് പാർട്ടി കാർഡ് കൂടി എടുത്തത് കൊണ്ട്. അപ്പോൾ ഇതാണ് ക്ലൂസുകൾ, നിങ്ങൾക്ക് റെസനേറ്റ് ആയാന്ന് നോക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.